നമസ്കാരം. നിക്ക് പോലെ പോലെ ചങ്ങാതി, എനിക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ചിലവഴിച്ചിട്ട് ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. താങ്കൾ എങ്ങോട്ടാണ് ഈ ധൃതി പിടിച്ച് പോകുന്നത്? ഈ തിരക്കിനിടയിൽ എങ്ങോട്ട് ഓടുകയാണ്? താങ്കളൊരു കാര്യം മനസ്സിലാക്കട്ടെ. ഞാൻ എൻ്റെ ഈ 5 മിനിറ്റ് എന്നോടൊപ്പം ചിലവഴിച്ച താങ്കൾ പോകുന്ന വഴിയിൽ താങ്കളെ പിടിച്ചടക്കാൻ പോകുന്നതും നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു സൂചന ഞാൻ ചിലപ്പോൾ തന്നിരിക്കും. താങ്കൾക്കതൊരു കരുതലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് എന്നോട് ചിലവഴിക്കും. എന്തുകൊണ്ടാണ് താങ്കൾ എന്നോട് 5 മിനിറ്റ് ചിലവഴിക്കാൻ പറഞ്ഞെന്നറിയാം? നമ്മുടെ ബാല്യം തുടങ്ങുമ്പോൾ നാം ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയമുണ്ട്. ഈ 2 കൈയും ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് എല്ലാം പിടിച്ചടക്കി എന്നൊരു ഭാവത്തിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുക ഒരുപാട് പേര് കൂടെ ഉണ്ടാവും. മനസ്സിലായോ? നാം ഒരു ശിശുവായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് പേര് നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കാനുണ്ടാവും. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. നമ്മുടെ മാതാവ് നമുക്ക് മുലപ്പാൽ തന്ന് പിച്ച വെച്ച് ആദ്യത്തെ കാര്യങ്ങൾ ചൊല്ലിത്തരുന്നത് ചെറിയ ശാസനയും സ്നേഹവും വാത്സല്യവും, അതോടൊപ്പം നമ്മളുടെ തെറ്റുകൾ എപ്പോഴും ന്യായീകരിക്കുകയും ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഒരു മാതാവുണ്ടാവും. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും നമ്മുടെ മാതാവിനെ എടുത്തു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പിച്ച വെച്ച് നടക്കുന്നതിന് മുൻപ് തൊട്ടേ നമുക്ക് വേണ്ടി അഹോരാത്രം ജീവിതം കഷ്ടപ്പെട്ട് പോയ, ആരോടും തൻ്റെ ദുഃഖങ്ങൾ പങ്കുവെക്കാതെ പോയി നമുക്കൊരു വലിയ കടപ്പാടുള്ളൊരു മനുഷ്യനുണ്ട്, നമ്മുടെ പിതാവ്. അദ്ദേഹം നമുക്ക് വേണ്ടി ഊണിലും ഉറക്കത്തിലും എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. കാരണം താങ്കൾ അവിടെയാണ് ഞാനൊരു 5 മിനിറ്റ് എന്നോട് ചിലവഴിക്കാൻ പറഞ്ഞു. അതിലൊരു സ്നേഹവും കരുതലും ശാസനയും ഉണ്ടാവും. നമുക്ക് പലപ്പോഴും പിടിക്കാതെ പോകുന്നു. നമ്മുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബാല്യം, സ്കൂൾ ജീവിതം തുടങ്ങുമ്പോൾ നമ്മളുടെ ജാതി ചോദിക്കുന്നത് ആദ്യം നമ്മുടെ അധ്യാപകനാണ്. അവിടെ തുടങ്ങുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജാതി വർണ്ണ വിവേചനം തുടങ്ങപ്പെടുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് വരുന്നത് ഒരുപാട് സ്നേഹിതന്മാരും ഒരുപാട് ശത്രുക്കളും ഉണ്ടാവും. നമ്മെ പരിഹസിക്കുന്നവനും സ്നേഹിക്കുന്നവനും ഉണ്ടാവും. ആ ജീവിതയാത്രയിലാണ് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന, പലപ്പോഴും നമ്മൾ കണ്ണടച്ച് തള്ളിക്കളയുന്ന ഒരു കരുതൽ നമുക്ക് ആവശ്യമാണ്. കാരണം നാം ജനിച്ചു വളർന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മളെ സ്വീകരിക്കാനുണ്ടാവും. മറിച്ച് നാം ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മളെ പരിഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നവരുടെയും ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവും. പിന്നെ കടന്നു പോകുന്ന ഓരോ വഴികളും നാം നെട്ടോട്ടമോടുകയാണ്. നമ്മൾ വളർന്നു വലുതായി വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഓരോ തെറ്റിനും നമ്മളെ മാതാവ് നമ്മുടെ ആ തെറ്റിനോട് കൂടെ നിൽക്കും. പക്ഷെ നമ്മളുടെ പിതാവ് അതിനെ ശാസനയോടെ മാത്രമേ കാണുകയുള്ളൂ. അതെന്തിനു വേണ്ടിയാണ്? നമ്മളെ നേർവഴിക്ക് നയിക്കുവാൻ കാര്യപ്രാപ്തനും ബുദ്ധിയും ഉള്ള ഒരു പിതാവായതുകൊണ്ടാണ്. മറിച്ച് നമ്മുടെ അമ്മ ചിന്തിക്കും പോലെ നമ്മുടെ പിതാവ് ചിന്തിക്കുമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ പറ്റുകയില്ല.
അവിടെയാണ് നാം പഠിക്കേണ്ടത്. നാം പലതും പടവെട്ടി വാങ്ങി പിടിച്ചടക്കി നമ്മൾ എല്ലാം സ്വന്തമായി എന്ന് കരുതുന്ന ഒരു സമയം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെപ്പോലെ വളർന്നു വലുതായിരിക്കും. മക്കളുടെ ഇംഗിതത്തിന് മാതാവ് കൂട്ടുനിൽക്കുകയും ചെയ്യും. അവിടെയാണ് പിതാവിനെ പരിഹസിക്കുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും എന്നൊരു രൂപത്തിലേക്ക് മാറുന്നത്. ഇവിടുന്ന് തുടങ്ങുന്നു നിങ്ങളുടെ ദുഃഖവും ദുരിതവും. നിങ്ങൾ ഇത്രയും കാലം പടവെട്ടി പിടിച്ചതെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു? കൂടെ ജീവിച്ച ഭാര്യയും മക്കളും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകില്ല. നിങ്ങളുടെ സഹോദരങ്ങളും ഭാര്യയും രക്തബന്ധത്തിൽപ്പെട്ട മറ്റുള്ളവരും കൂടെ ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം പടവെട്ടി പിടിച്ചു കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന് വേണ്ടി നമ്മുടെ മക്കളും ഭാര്യയും ഒരു പിടിമുറുക്കമുണ്ടാവും. മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി അമ്മ അതിന് തയ്യാറെടുക്കും. ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ കണ്ടിട്ടുള്ള കുറേ അനാഥാലയങ്ങളിൽ ഒത്തിരി പിതാക്കന്മാരെയും ഒത്തിരി മാതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. താങ്കൾ ധൃതി പിടിച്ചോടിയത് താങ്കൾക്കൊരു മുന്നറിയിപ്പ് തരുവാൻ വേണ്ടിയാണ്. താങ്കൾ ജീവിതത്തിൽ കുടുംബം, ഭാര്യ, മക്കളെന്ന് കരുതി താങ്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനങ്ങൾ മുഴുവൻ അവർക്ക് വേണ്ടി താങ്കൾ ചിലവഴിക്കുമ്പോൾ താങ്കളുടെ കൂടെ നിന്ന ഭാര്യയുടേതായ ഒരു ചെറിയൊരു വിഹിതം എവിടെയെങ്കിലും മാറ്റി സൂക്ഷിക്കണം. തൻ്റെ ഭാര്യയും മക്കളും അറിയാതെ സൂക്ഷിച്ചിരിക്കണം. കാരണം തൻ്റെ മക്കൾ തന്നോളമാകുമ്പോൾ തന്നെയും തൻ്റെ ഭാര്യയും ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് തള്ളിയിട്ടേക്കും. അന്ന് മറ്റുള്ളവൻ്റെ മുമ്പിൽ കണ്ണീരും യാതനയും കൊണ്ട് യാചിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു നേരത്തെ ഉടുവസ്ത്രത്തിന് വേണ്ടി താങ്കൾ പോകുന്ന ആ സമയവും ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ ജനിച്ചു വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചതുപോലെ നമ്മൾ മരിച്ച് വീണ് കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിന് ജീവൻ നഷ്ടപ്പെടും. സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളെ സ്വീകരിച്ചതുപോലെ നമ്മളെ മടക്കി അയക്കാനും ഒരുപാട് പേരുണ്ടാവും. ഈ ഭൂമിയിലെ മണ്ണിനോട് അഗ്നിയായോ മണ്ണിനോടോ അലിഞ്ഞു ചേരുമ്പോൾ നാം മാത്രമേ കൂടെ ഉണ്ടാകൂ. നമ്മളുടെ മാതാവോ പിതാവോ മക്കളോ ഭാര്യയോ ആരും കൂടെ ഉണ്ടാകില്ല. നാം തന്നെ ഉണ്ടാകും. ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുതിയ തലമുറയോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും പഠിക്കും. കാരണം അവരൊരുപാട് നിങ്ങളുടെ തെറ്റുകൾ പലപ്പോഴും ക്ഷമിച്ചു മറച്ചു വെച്ചു നിങ്ങളെ സംരക്ഷിച്ചു നിങ്ങളുടെ അമ്മയാണെന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ബാല്യം മുതൽ നിങ്ങൾ ഒരു പ്രാപ്തനാകുന്ന യുവാവാകുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നു ആരോടും തൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാത്ത ഒട്ടനവധി പിതാക്കന്മാരുണ്ട്. അവരുടെ ദുഃഖങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളൊരച്ഛനായി നിങ്ങളുടെ മക്കൾ നിങ്ങളോളം വളർന്നു വരുമ്പോൾ നിങ്ങൾ ചെയ്തതിന് നിങ്ങളോട് അവർ ചെയ്തിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കാതിരിക്കുക. സ്നേഹത്തോടെ കൂടെ ചേർത്ത് വയ്ക്കുക. മാതാപിതാക്കൾ ചെയ്യുമ്പോൾ മക്കളോട് സ്നേഹത്തോടും വാത്സല്യത്തോടും ഇടപഴകുമ്പോഴും മാതാവ് ഒരു കാര്യം മറക്കരുത്. നിങ്ങളുടെ മക്കൾ ചെയ്യുന്ന തെറ്റുകൾ എല്ലാം നിങ്ങൾ കൂടെ നിൽക്കും. മറ്റുള്ളവന് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പോലെ നിങ്ങൾ കൂടെ നിൽക്കും.
ആ കൂടെ നിപ്പ് നിങ്ങളോട് അവർ കൂടെയുണ്ടാകില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. തൻ്റെ മക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിലാണ് ഒരു മാതാവ് ചെയ്യേണ്ടത്. തൻ്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാകാൻ തെറ്റ് ചെയ്താൽ ശാസിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ ഒരു മാതാവ് കൂടെ അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ താങ്കൾ വെട്ടിപ്പിടിച്ചത് ഒരിക്കലും, മാതാവോ പിതാവോ വെട്ടിപ്പിടിച്ചതൊരിക്കലും മരിക്കുന്നതിന് മുമ്പ് ഒരു വിൽപത്രം മക്കളറിയാതെ ഉണ്ടാക്കി വെക്കുക. നിങ്ങളുടെ സമ്പത്ത് എത്രയാണോ അത് മക്കൾ അറിയാതെ ഉണ്ടാക്കി നിയമപരമായ ഒരു റെക്കോർഡ് ഉണ്ടാക്കി വെക്കുക. മരിക്കുന്നത് വരെ നിങ്ങളുടെ സ്വത്തുക്കൾ എന്തു തന്നെയായാലും മക്കൾക്ക് കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങൾ ഇന്ന് വീണ്ടും നിങ്ങൾ അനാഥാലയത്തിലേക്ക് പോകേണ്ടി വരും. അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ മാതാവും പിതാവും ഇതറിഞ്ഞിരിക്കണം. ഒരു കരുതൽ നിങ്ങളുടെ കയ്യിലില്ല എന്നെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഈ മണ്ണിനോട് അലിഞ്ഞു ചേരുമ്പോഴും നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ ഒരു തുള്ളി മണ്ണിടാനോ ഒരു കൊള്ളി വെക്കാനോ എത്തിയെന്ന് വരില്ല. അവശതയിൽ കിടക്കുമ്പോൾ ഒന്ന് തിരക്കാനോ തിരിഞ്ഞു നോക്കാനോ ഒരു തുള്ളി മരം വാങ്ങിത്തരാനോ ഒരു തുള്ളി ജലം തരാനോ അന്നം തരാനോ ഉടുവസ്ത്രം തരാനോ അവരുണ്ടായെന്ന് വരില്ല. അതുകൊണ്ടൊരു കരുതൽ ആവശ്യം. എൻ്റെ ഈ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് സംസ്ഥാപരാധം മാപ്പ് ചോദിക്കുക. പ്രിയ ചങ്ങാതി, താങ്കൾ എൻ്റെ കൂടെ 5 മിനിറ്റ് ചിലവഴിച്ചത് എൻ്റെ വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ താങ്കളുടെ മുന്നോട്ടുള്ള പോക്കിൽ താങ്കൾക്ക് പിടിച്ചടക്കുവാനും നഷ്ടപ്പെടാനും ഉള്ളതിൻ്റെ മുന്നറിയിപ്പാണ് ഞാൻ നൽകിയത്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ശ്രദ്ധയോടെ അതിൽ വീക്ഷിച്ച് മുന്നോട്ട് പോകുക. ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഹാനിയാകുന്നു എന്ന് തോന്നുന്നെങ്കിൽ സമസ്താപരാധം ഞാൻ ചോദിക്കുക. വീണ്ടും വരുന്നതുവരെ കാത്തിരിക്കുക.